എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്ന സംഭവത്തിലേക്ക് സ്വാഗതം. എന്തായാലും നമുക്കിന്ന് പറയാനുള്ളത് ഒരു സിനിമാ നടിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നവ്യ നായർ, നിങ്ങൾ തുമ്പനയിൽ കണ്ട പോലെ നവ്യ നായർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടിയാണ്. ഇപ്പോൾ ആ നടീനെ കുറിച്ച് ഒരുപാട് എന്നും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് നവ്യ നായരെ കല്യാണമായാലും നവ്യ നായരെ ജീവിതമായാലും എല്ലാം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പൊടിപ്പും തൊങ്ങലും വെച്ച് വരും. ഇപ്പോൾ കുറേ കാലമായിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവ്യ നായർ ഭർത്താവായിട്ട് പിരിഞ്ഞു, ഡൈവേഴ്സായെന്നാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നവ്യ നായർ ഇപ്പോൾ അതിന് കാരണം പറയണത് എന്താ? നവ്യ ഒരിക്കലും ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. അതുപോലെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോസുകൾ അതിലും വരാറില്ല. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പറയണത്. ഇതൊക്കെയാണോ കാരണം ഡൈവേഴ്സിന്? അവരെ ജോലിപരമായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അല്ല ബിസിനസ് തിരക്കായിരിക്കാം. ഇപ്പോൾ ഇന്നും നമുക്ക് നമ്മുടെ ഭാര്യയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും അത് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടാനൊന്നും എല്ലാവർക്കും താല്പര്യം ഉണ്ടായിന്ന് വരില്ല. നവ്യ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഇപ്പോഴും നവ്യ നായർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നടിമാരെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ കുറേ നടിമാർ വരുന്നുണ്ടല്ലോ പുതിയതായിട്ട്, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ ഒപ്പം നിർത്താവുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ നവ്യ നായർ. എന്തിന്? അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഒറ്റ പണം മതിയല്ലോ. നന്ദനം പോലുള്ള ഒരു ബാലമണി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒറ്റ കഥ, അവരുടെ അഡ്രസ്സ് എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കാനായിട്ട് ആ ഒറ്റ സിനിമ മതി. നവ്യ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നടികളെ പോലെയൊന്നല്ല, ഒരു നല്ല മനസ്സിന് ഉടമയാണ്. അതുപോലെ തന്നെ നല്ല ഒരു ജാടയില്ലാത്ത നടിയാണ്. അതുപോലെ നല്ലൊരു ഡാൻസറാണ്. അതുപോലെ തന്നെ കലാതിലകമായിട്ടുള്ള ഒരാളാണ്. അതുപോലെ ദേശീയ അവാർഡ് മേടിച്ചുള്ള ഒരു നടിയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ഒരു സുന്ദരിയാണ്. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. എത്ര നടികൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാകുമ്പോഴേക്കും അവരെ വയറൊക്കെ ചാടി അവരൊക്കെ കാണാൻ ഒരു കോലമില്ലാത്ത രീതിയിൽ നമ്മൾ മുമ്പിൽ വന്നപ്പോഴും പല ആൾക്കാരുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നവ്യ നായർ ഇപ്പോഴും സുന്ദരിയായിട്ടായിരിക്കുന്നത്. ഇപ്പോഴും ഒരു നായികയായിട്ട്, ഇപ്പോഴും പല നടന്മാരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കാനായിട്ടുള്ള കഴിവുള്ള നടിയാണ്. അതുപോലെ തന്നെ നല്ല റേഞ്ചുള്ള നടിയാണ്. നമ്മൾ ഇഷ്ടം പടം തൊട്ട് നോക്കിക്കോ, നവ്യ നായർ നല്ല ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറയും. ഒരു ദേശീയ അവാർഡൊക്കെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയാണോ അതൊക്കെ? പിന്നെ നവ്യ നായർക്ക് ഈ പൃഥ്വിരാജായിട്ട് സ്നേഹമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിനെ കിട്ടാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്, വിഷമമുണ്ട്. അതാണ് ഇപ്പോൾ നവ്യ നായരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ട്രാജഡി എന്നൊക്കെ വേണ്ടത്. പക്ഷേ നമ്മൾ കൂടെ അഭിനയിക്കുന്ന ഒരു നടനോട് സ്നേഹമാണെന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല, അതിലൊന്നും യാതൊരു കാമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നന്ദനത്തിലൊക്കെ അഭിനയിക്കുന്ന കാലത്ത് നവ്യയുടെ കൂടെ ഒന്ന് രണ്ട് പടത്തിനും കൂടി അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ സമയത്തൊക്കെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് ഒരു രണ്ടുപേരും മനസ്സിലും ചിന്ത. അതിന് ഇല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത് അതിന് വെറുതെ ഓരോ ഭാഷ വരുത്തി അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഉണ്ടാക്കണം. അപ്പം പൃഥ്വിരാജിനെ നോക്ക്, പൃഥ്വിരാജിന് അങ്ങനെ പ്രേമത്തിൻ്റെ യാതൊരു അംശം പോലും നവ്യ നായരോട് ഉണ്ടായിരുന്നില്ല, നവ്യ നായർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചെന്നൊക്കെ വരും. പക്ഷെ അതൊന്നും യഥാർത്ഥ ജീവിതമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിയും. അപ്പോൾ അതല്ല കാര്യം. ഇപ്പോഴത്തെ കാര്യം ഡൈവേഴ്സാണ്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നവ്യ ഒരിക്കലും ഭർത്താവായിട്ട് ഡൈവേഴ്സ് ആയിട്ടില്ല. അവർ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ നവ്യ രണ്ടാമതൊരു തിരിച്ചുവരവ് നടത്തി, ഒരുത്തി എന്ന് പറഞ്ഞൊരു പടത്തിൽ. ആ പടം നവ്യയുടെ കഴിവുകൾ ഒരുപാടുണ്ടെന്നല്ലേ തെളിയിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അത്. പക്ഷെ അത് വലിയൊരു ഹിറ്റായില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ നവ്യയുടെ അഭിനയത്തിന് യാതൊരു കുഴപ്പമില്ല. നവ്യയുടെ റേഞ്ച് അതുപോലെ നിൽക്കുന്നുണ്ട്, അതുപോലെ സുന്ദരിയാണ്, അതുപോലെ തന്നെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു നടീന്. ആ നടീനൊക്കെ ഇവിടെ മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ മറന്നു കളയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവ്യ നായർ ഇപ്പോൾ പല സോഷ്യൽ മീഡിയകളിലും പല സൈസ് ഫോട്ടോസുകൾ, വളരെ ഗ്ലാമറസി ആയിട്ടുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വൈറലായൊരു വീഡിയോ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു വീട്ടിലേക്ക് നവ്യ കടന്നു ചെല്ലണു, അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു വൈറലായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ. എന്താ, ഇവരൊക്കെ സെലിബ്രിറ്റി അല്ലേ? ഇവരൊക്കെ ഡ്രസ്സ് എങ്ങനെ ഇടണം, എങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തണം എന്നൊക്കെയുള്ള ഒരു അവകാശം അവർക്കില്ലേ? അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഗ്ലാമറസി അല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ അഭിനയിച്ചു. ഇന്നിപ്പോൾ കുറച്ച് ഗ്ലാമറസി ആയിട്ട് ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ അത് ചാൻസ് ഇല്ലാണ്ടോ അല്ലെങ്കിൽ വീണ്ടും ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടൊന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
നവ്യ നായർക്ക് 24 വയസ്സിലെ കല്യാണം കഴിഞ്ഞ് ഈ കല്യാണം കഴിയുന്ന സമയത്ത് നവ്യ നായർ ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബിനിയായി ജീവിക്കാനുള്ള ഒരു പ്രിപ്പയർഡിലായിരുന്നില്ല. അത് വീട്ടുകാരുടെ നിർബന്ധം കാരണം അങ്ങനെ ആയതാണ്. നവ്യ നായർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ആ കല്യാണത്തോടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ലെങ്കിൽ ശോഭനയെ പോലെ വലിയൊരു ഡാൻസർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. വലിയൊരു സിനിമാ നടി ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഈ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചോട് കൂടിയിട്ട് അതും നിന്നു. പിന്നെ അപ്പോൾ നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ നിന്നില്ല, ഒഴുക്കി കൂടെ അങ്ങോട്ട് പോയിന്ന് മാത്രം. കല്യാണം കഴിച്ചു, കുട്ടിയായി, അവരെ ആ കുടുംബജീവിതം അങ്ങോട്ട് അവർ ഫോളോ ചെയ്തു. എന്നിട്ടും നവ്യ നായരോട് ഒരിക്കലും അഭിനയിക്കരുതെന്ന് ഭർത്താവ് പറഞ്ഞിട്ടില്ല. അതന്നെ വലിയൊരു കാര്യമല്ലേ. അദ്ദേഹം നല്ലൊരു സൗമ്യ ഹൃദയക്കാരനാണ്, വളരെയധികം ഒരു ക്രൂലുള്ള ആളൊന്നുമല്ല, വളരെ സ്നേഹമുള്ള ആളാണ്. അയാളുടെ മുഖം കണ്ടതിനെ അറിയാമല്ലോ, പ്രത്യേക ഒരു ഐശ്വര്യമുള്ളൊരു മുഖം അദ്ദേഹം ആ ഭർത്താവിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കും അതുപോലെ തന്നെ നവ്യനെ അത്രയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിനെ അദ്ദേഹം. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരിക്കലും നവ്യ നായർ ഗ്ലാമർസി ആയിട്ട് ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ഫോട്ടോയിൽ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ടോ ഇല്ലാത്ത അപവാദങ്ങൾ എന്തിനാ പറഞ്ഞുണ്ടാക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. നവ്യ നായർ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് നമ്മൾ ഇപ്പോൾ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സിനിമയില്ലാണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ ഫീൽഡിൽ വീണ്ടും വരാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. അതൊക്കെ ഈ സിനിമാ ഫീൽഡിൽ വരുന്ന ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അവരുടെ മനസ്സ് ഒരുപാട് കിടന്ന് പടയ്ക്കും. അത് അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയാലും അവിടെ അവരുടെ മനസ്സ് ഒതുങ്ങി നിൽക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നല്ല കഥാപാത്രങ്ങൾ നല്ല ഹൈറ്റ്സിലെത്താനുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു നവ്യ നായർ. ആ സമയത്താണ് വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നതോടുകൂടിയിട്ട് ആ നടിയുടെ എല്ലാ പ്രതീക്ഷകളും പോയി. പിന്നെ ഡാൻസിൻ്റെ കാര്യങ്ങളിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാണ്ടായി, സിനിമയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നത് അതും ഇല്ലാണ്ടായി. അപ്പോൾ അതൊക്കെ കൂടിയാകുമ്പോൾ നിരാശ ഒരുപാടുള്ളൊരു ആർട്ടിസ്റ്റാണ്. എവിടെയും എത്താൻ പറ്റില്ലല്ലോ, ഇത്രയധികം കഴിവുകളുണ്ടായിട്ട് എവിടെയും എത്താൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം നമ്മുടെ നവ്യ നായർക്കുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവ്യ നായർ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കില്ല. അതുപോലെ തന്നെ ആരാധകരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് 24 വയസ്സിൽ കല്യാണം കഴിച്ചത്. അത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നവ്യ നായരെ കല്യാണം കഴിഞ്ഞത്. അത് അപ്പോൾ നവ്യ നായർ ഇപ്പോഴും പറയണത് എന്താ, പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതോടുകൂടിയിട്ട് പിന്നെ സിനിമാക്കാർക്ക് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നടികളെ പിന്നെ ആവശ്യമില്ല. അവർ വന്നാൽ അവർക്ക് അവരുടേതായുള്ളൊരു ഗ്ലാമർ ലോകത്ത് നിന്ന് അവർ തിരിച്ചു പോയാൽ പിന്നെ അവരെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വന്ന് വീണ്ടും സിനിമാ ലോകത്ത് ഈ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തമിഴിൽ നവ്യ നായർ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ചേരൻ്റെ കൂടെ, പേര് ഓർമ്മിക്കുന്നില്ല. എന്താ പെർഫോമൻസ് അറിയാം നവ്യ നായരുടെ. ചേരൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര പടം അത്. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പടം അത്, ചേരൻ്റെ പടം. പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നടിയാണ് നവ്യ നായർ. വെറുതെ നവ്യ നായരെ കുരിശമ കയറ്റല്ലേ, ആ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയായിട്ട് ഇത്രയും സുന്ദരിയായിട്ട് നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്ന, നിങ്ങളിപ്പോൾ ഞാനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നോക്ക്. നമ്മൾക്കിപ്പോൾ അവർ ഇങ്ങനെയുള്ള ഫോട്ടോസുകളൊക്കെ അവർ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നാലൊന്നും അവരൊന്നും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അത് അവരെ ഇഷ്ടമാണ്. അവർ ഡ്രസ്സ് എന്തിടണം എന്നുള്ള അവരെ ഇഷ്ടമാണ്. അവരെങ്ങനെ നടക്കണം എന്നുള്ള അവരെ ഇഷ്ടമാണ്. അവർ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആക്റ്റീവ് ആവുന്നുള്ള അവരെ ഇഷ്ടമാണ്. അതിലാരും തലയിടണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.